ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചുവെന്നും ലോകം അറിയണം. അതെ, നമ്മുടെ ബ്രദർ വിക്ടർ കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം നമ്മുടെ ദൈവത്തെ സ്നേഹിച്ചും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു എന്ന് ലോകം അറിയണം. അതിൻ്റെ തെളിവാണ്, അതിൻ്റെ അടയാളങ്ങളാണ് ബ്രദർ വിക്ടറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങളുടെ 2-ാം വാല്യം പ്രസിദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൻ്റെ ഒരു വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. തൻ്റെ ആത്മീയ ജീവിത യാത്രയിൽ അനേക സ്ഥലങ്ങളിൽ ബ്രദർ വിക്ടർ നൽകിയ ധ്യാനങ്ങളും ബൈബിൾ ക്ലാസ്സുകളും ഓരോരോ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവവചനം ഷെയർ ചെയ്തതും കൗൺസിലേഴ്സ് ക്ലാസ് ഇവയെല്ലാമാണ് ഈ 2-ാം വാല്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. 9 മുതൽ 14 വരെയുള്ള ടോക്കുകളാണ് ഈ 2nd വോളിയത്തിൽ അടങ്ങിയിരിക്കുന്നത്. 1-ാം വാല്യം നമുക്ക് പലർക്കും ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ വിക്ടറിൻ്റെ 1 മുതൽ 8 വരെ ഉള്ള ആത്മീയ പ്രഭാഷണങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. വായിച്ചവരെല്ലാം അനേക ആത്മീയ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുവാൻ സാധിച്ചു എന്ന് അഭിപ്രായപ്പെട്ടു. ആയതിനാൽ ഈ പ്രാവശ്യത്തെ ഞങ്ങൾ 2-ാം വാല്യം എടുത്തപ്പോൾ അതിൽ ദൈവവചനം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ വചനങ്ങൾ കൂടി ഒരുമിച്ച് നമുക്ക് വായിക്കാനും അനേക ആത്മീയ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനും സാധിക്കും. നമ്മുടെ വിക്ടർ പലപ്പോഴും പറയുമായിരുന്നു, ഒരു പ്രവാചകനെ വെളിപ്പെടുത്തണമെങ്കിൽ മറ്റൊരു പ്രവാചകൻ വരേണ്ടിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വിക്ടറിൻ്റെ രൂപത അധ്യക്ഷനായ നമ്മുടെ ബഹുമാനപ്പെട്ട ജെയിംസ് ആനാമ്പറമ്പിൽ പിതാവിനെ നമ്മൾ ഓർക്കുമ്പോഴേ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവവചനത്തിൻ്റെ മനുഷ്യൻ, ദൈവവചനത്തിൻ്റെ വ്യക്തിത്വം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. സർവവും യേശുവിലൂടെയാണ് ഉണ്ടായത്, ദൈവത്തിലൂടെയാണ് ഉണ്ടായത്. ഒന്നും അവിടുത്തെ കൂടാതെ ഉണ്ടായിട്ടില്ല. കർത്താവ് സൃഷ്ടിച്ച സകല വ്യക്തിത്വങ്ങളിലും സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുണ്ട്. ബ്രദർ വിക്ടറിൻ്റെ രൂപത അധ്യക്ഷനായ ജെയിംസ് പിതാവ് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അനേകർ ദൈവവചനത്തിലും ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിലും ജീവിക്കുന്നത് കാണുമ്പോൾ ആ അരുവിയുടെ ഉറവിടത്തിൻ്റെ പൗത്രത എത്രമാത്രമാണെന്ന് അദ്ദേഹം ഈ ബുക്കിലൂടെ തെളിയിക്കുന്നുണ്ട്. ദൈവവചനത്തെ ആഴമായി സ്നേഹിക്കുന്ന പിതാവിൻ്റെ അജഗണത്തിൽ ഒരാൾ ദൈവവചനത്തിൻ്റെ മനുഷ്യനായി തീർന്നതിൽ പിതാവ് ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. ക്ലേശങ്ങളും മുള്ളുകളും സന്തോഷങ്ങളും നിറഞ്ഞ ഈ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളിൽ നിക്ഷിപ്തമായ ദൈവകൃപയെ തിരിച്ചറിയുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഈ ബുക്ക് എഴുതുവാൻ വാക്കുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജെയിംസ് പിതാവിന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരിയേറെ നന്ദികൾ അർപ്പിക്കുകയാണ്. കേരളത്തിലെ നവീകരണ പ്രസ്ഥാനം തുടങ്ങിവെച്ചത് വിൻസേഷ്യൻ കോൺഗ്രിഗേഷൻ ആണല്ലോ. ആ കോൺഗ്രിഗേഷനിലെ ഒരു അംഗവും വചനോത്സവത്തിൻ്റെ എഡിറ്ററും ധ്യാനഗുരുവുമായി പ്രവർത്തിച്ചു വരുന്ന ഫാദർ സക്കറിയ സേടാട്ടിൻ്റെ വിക്ടറിനെക്കുറിച്ചുള്ള മനോഹരമായ വാക്കുകൾ ഹൃദയസ്പർശമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34:5. അതെ, ഈ ദൈവകൃപ എന്ന ബുക്ക് വായിക്കുന്ന എല്ലാവരും പ്രകാശിതരായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, 1990കളിൽ കേരള സഭയിൽ ഒരു ആത്മീയ തീക്കാറ്റ് ഉയർന്ന സമയത്ത്
അനേകം ആളുകൾക്ക് ആത്മീയ വെളിച്ചം പകരുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ അഗ്നിവിരകൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ചവരിൽ ഒരാൾ ബ്രദർ വിക്ടർ ആയിരുന്നു. കൂറ്റൻ കപ്പലുകൾ നങ്കുരമിടുന്ന കൊച്ചിയിൽ വചന സമുദ്രം ഉയരുകയും ആത്മീയ നൗകകൾ നങ്കുരമടിക്കുകയും ചെയ്തു. ബ്രദർ വിക്ടറിൻ്റെ വചനപ്രവാഹം അനേക വ്യക്തികളിലും കുടുംബങ്ങളിലും കർത്താവായ യേശുവാകുന്ന അടിത്തറമേൽ പണിയപ്പെടുവാൻ കാരണമായി. അത് തീർച്ചയായും ബ്രദർ വിക്ടർ വചനം നൽകി അനേക കുടുംബങ്ങളെ ശക്തിപ്പെടുത്തി, തിരുസഭയെ ശക്തിപ്പെടുത്തി ഒരു ദൈവവചനത്തിൻ്റെ മനുഷ്യനായിരുന്നു. സക്രിയ സച്ച ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളിലും, അതുപോലെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലും പ്രൂഫ് റീഡിങ്ങിലും ഈ പുസ്തകത്തിന് കവർ പേജ് നൽകി ബഹുമാനപ്പെട്ട അഗസ്റ്റീനിയൻ വൈദികനായ ബെർണാർഡ് അച്ഛനെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഈശോയെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, കർത്താവിന് വേണ്ടി നമ്മൾ മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും അറിയപ്പെടാതെ ഇരുന്നെങ്കിലും ദൈവം അറിയപ്പെടാൻ തിരുമനസ്സാകുകയാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു, വാക്കുകളില്ല, ഭാഷണമില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എത്തുന്നു. കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വചനവും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുന്നതിന് കർത്താവ് ഓരോ വ്യക്തിത്വങ്ങളെയും ഓരോ ഉപകരണങ്ങളാക്കി, രഹസ്യമായിട്ട് അറിയപ്പെടാതിരിക്കുന്ന വ്യക്തികളെ കർത്താവ് ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. കർത്താവിൻ്റെ രാജ്യത്തിൽ അനേകം ആത്മീയ രഹസ്യങ്ങളുണ്ട്. നമ്മൾ പല വിശുദ്ധരെയും കാണുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസിനെയും വിക്ടബേറിനെയും ഒക്കെ നോക്കുമ്പോൾ അവർ ഒരേ പാതയിൽ ഒരേ ആത്മാവിൽ ചരിക്കുന്നതായി നമുക്ക് കാണാറുണ്ട്. രണ്ടുപേരുടെയും വലിയ ഒരു മോട്ടോ ആയിട്ടെടുത്ത വചനമാണ് 1 കൊറിന്തോസ് 1:10 വാക്യം. ഒരേ ആത്മാവ്, ഒരേ മനസ്സ്, ഒരേ ഹൃദയം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ഐക്യത്തിൻ്റെ രഹസ്യം. ഇങ്ങനെ നമുക്ക് വിശുദ്ധരുടെ പാതകളെ നോക്കുമ്പോൾ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുന്ന വലിയൊരു രഹസ്യം നമുക്ക് കാണാൻ സാധിക്കും. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരസ്പരം ഉന്തി മാറ്റാതെ അവർ ഒരേ പാതയിൽ ചരിക്കുന്നു. വിശുദ്ധരെപ്പോഴും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം അടയാളമാണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഈ പുസ്തകത്തിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച ബഹുമാനപ്പെട്ട ബെർണാർഡ് അച്ഛനെ ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഈ ആദ്യത്തെ വോളിയം നമ്മൾ ഇറക്കിയപ്പോൾ അനേകരാണ് വളരെ തീക്ഷ്ണതയോടെ ഈ പുസ്തകം വായിക്കുവാനും വാങ്ങിക്കുവാനും അവർക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ പങ്കുവെക്കുവാനും ഇടയായത്. ഇന്ന് അനേക ധ്യാന ഗുരുക്കന്മാർ, ദൈവവചന പ്രഘോഷകർ, ആത്മായ ശുശ്രൂഷകർ, അവർ വലിയ നിധി പോലെയാണ് ബ്രദർ വിക്ടറിൻ്റെ ഈ ആധ്യാത്മിക പ്രബോധനങ്ങളെ എടുക്കുകയും അവരത് ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്. കൊളോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്കയിലുള്ള സഭയ്ക്ക് വേണ്ടിയും എൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എത്രമാത്രം പോരാടുന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, ബ്രദറിൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടില്ലാത്ത അനേകരാണ് ഇന്ന് ഈ ആത്മീയ പ്രബോധനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവിൻ്റെ കൃപയിൽ വളരുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. ദൈവം അവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ പുസ്തകം ലഭ്യമാകുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. കരോൾ ബുക്ക് ഹൗസ്, എറണാകുളം കച്ചേരിപ്പടിക്കടുത്ത് നമുക്കറിയാം. സെൻറ്റ് പോൾസ് ബുക്സ് ആൻഡ് ആർട്സിൽ ബ്രോഡ്വേയിലുള്ള ആർട്സ് സെൻറ്ററിൽ നമ്മുടെ ഈ ബുക്ക് ലഭ്യമാണ്. സെൻറ്റ് തോമസ് ബുക്ക് ഹൗസ് പാലായിൽ ലഭ്യമാണ്. കാത്തലിക്സ് ബുക്സ് മാന്നാനം, കോട്ടയം. സെൻറ്റ് ജോസഫ് ബുക്ക് ഹൗസ്
കരിമണ്ണൂർ തൊടുപുഴ, വിമല ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ കാഞ്ഞിരപ്പള്ളി, ദീപിക ബുക്ക് ഹൗസ് കട്ടപ്പന, കൃപാലയം റിട്രീറ്റ് സെൻറ്റർ കട്ടപ്പന, കാത്തലിക്കൻസ് ബുക്സ് ആൻഡ് ആർട്ട് തൃശ്ശൂർ, സെൻറ്റ് ജോസഫ് ബുക്ക് സ്റ്റാൾ ചങ്ങനാശ്ശേരി, ജീവൻ ബുക്ക് ഹൗസ് ഭരണങ്ങാനം, അതുപോലെ മംഗലപ്പുഴ കർമ്മലഗിരി സെമിനാരി എന്നീ സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ബുക്കുകൾ ലഭ്യമാണ്. ആർക്കെങ്കിലും ഈ പുസ്തകം ആവശ്യമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ നൽകുന്നതായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരികയാണെങ്കിൽ പോസ്റ്റ് വഴി ഞങ്ങൾ ഈ പുസ്തകം പറയുന്ന അഡ്രസ്സിൽ എത്തിക്കുന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 4:17 പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കളുണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ബ്രദർ വിക്ടറിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ജന്മം ലഭിച്ചവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതിൽ ഞങ്ങൾ ദൈവത്തിൽ അഭിമാനിക്കുകയാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്തോസ് 9:2 പറയുന്നത്, കർത്താവിൽ ഞങ്ങളുടെ അപ്പസ്തോല വൃത്തിയുടെ മുദ്രയാണ് നിങ്ങളെന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മീയ പിതാക്കന്മാരോട് നമ്മൾ ബഹുമാനവും നന്ദിയും പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പസ്തോല പ്രവർത്തനം 12:24 പറയുന്നത് പോലെ ദൈവവചനം വളർന്ന് വ്യാപിച്ചു. ദൈവവചനം നമ്മളിൽ ഓരോരുത്തരിലും വളർന്ന് വ്യാപിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ പിതാക്കന്മാർ സന്തോഷിക്കുന്നത്. അതാണ് കൊളോസ്യർക്ക് ലേഖനം 2:5 പറയുകയാണ്, ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് അകലെയാണെങ്കിലും ആത്മാവിൽ നിങ്ങളോട് കൂടെയാണ്. നിങ്ങളുടെ ജീവിത രീതിയും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. നമ്മുടെ ജീവിത രീതിയും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കാണുമ്പോഴാണ് നമ്മളെ നയിച്ച, നമ്മളെ ഈശോയിൽ വളർത്തിയ നമ്മുടെ ആത്മീയ പിതാക്കന്മാർ സന്തോഷിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:2-5 പറയുകയാണ്, നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, നിന്റെ കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. നമ്മുടെ ഓരോരുത്തരുടെയും ആ ആത്മീയ ശക്തി വർദ്ധിക്കുന്നത് വഴി നമ്മൾ ലോകത്തിൽ ഫലഭാഗത്തായാലും ദൈവവചനം നമ്മളിൽ ഓരോരുത്തരിലും വളരുന്നത് വഴി ആ ദൈവരാജ്യം വിസ്തൃതമാകുകയും നമ്മുടെ ആത്മീയ പിതാക്കന്മാർ സന്തോഷിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 87 6-7 പറയാണ്, സകലരും അവിടെ ജനിച്ചതാണെന്ന് സിയോനെക്കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത്. കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും. എൻ്റെ ഉറവകൾ നിന്നിലാണെന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അനേകം ആളുകളിൽ ദൈവകൃപ സമർത്ഥമാകുന്നത് വഴിയാണ് ബ്രദർ വിക്ടർ എല്ലാം സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നത്. അനേകം ആളുകളിൽ കൃപ സമർത്ഥമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കുകയും സ്വർഗം സന്തോഷിക്കുകയും സ്വർഗത്തിലെ വിശുദ്ധര് ആനന്ദിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ദൈവകൃപ എന്ന പുസ്തകം നമുക്ക് വായിച്ച് ദൈവകൃപയിൽ വളരുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പുസ്തകത്തിൻ്റെ പേര് ദൈവകൃപ എന്നാണ്. കൃപ എന്ന് പറയുമ്പോൾ ഈശോ തന്നെയാണ്. വിക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത് ദൈവകൃപയ്ക്കായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു 2 കൊരിന്തോസ് 12:9 എനിക്ക് അങ്ങയുടെ കൃപ മാത്രം മതി. എപ്പോഴും നമ്മൾ ദൈവത്തോട് കേണപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, കൃപ മാത്രം മതി. ഈ പുസ്തകത്തിൽ 7 വിക്ടറിൻ്റെ ആത്മീയ പ്രഭാഷണങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ആത്മീയ പക്വതയിലേക്ക്, മാനസാന്തരം, പിശാചും അവൻ്റെ തന്ത്രങ്ങളും, പരിശുദ്ധാത്മാവ്, ഡെലിവറൻസിൻ്റെ കൃപ, അനുഭവങ്ങൾ, വചനം പാലിക്കണം. ഇങ്ങനെ 7 ടോക്കുകളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അനേക ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഡെലിവറൻസിൻ്റെ കൃപയിലും അനുഭവങ്ങൾ എന്ന അധ്യായത്തിലും ഒക്കെ
ബ്രദറിൻ്റെ ആത്മീയ അനുഭവങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ബ്രദർ വിക്ടർ തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ദൈവകൃപയ്ക്ക് പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന് ഞങ്ങൾ ദൈവകൃപ എന്ന് പേര് നൽകിയത്. ഇവിടെ കവർ പേജിൽ പറയുകയാണ്, കൃപ വന്നാൽ പാപം ചെയ്യാൻ കഴിയുകയില്ല. കൃപ നമ്മിൽ വന്നു എന്നതിൻ്റെ ആന്തരികമായ അടയാളമാണ് നമ്മുടെ ഉള്ളിലുള്ള സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും. ബാഹ്യമായ അടയാളമാകട്ടെ അദ്ദേഹത്തിന് ദൈവം നൽകിയ ഡെലിവറൻസിൻ്റെ കൃപ. അദ്ദേഹം പറയുമായിരുന്നു, കൃപ നമ്മുടെ ആത്മാവിൻ്റെ കൂടെയാണ്. കൃപയിൽ വന്നാലോ, കൃപ നമ്മളിൽ വന്നു എന്ന് ആദ്യം മനസ്സിലാക്കുന്ന സാത്താനാണ്. കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും നമ്മൾ അറിയുകയില്ല. നമ്മൾ ഈ കൃപയിൽ വളരാൻ അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചും എങ്ങനെയാണ് നമ്മൾ കൃപയിൽ വളരുന്നതും എങ്ങനെയാണ് കൃപ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും എന്നെല്ലാം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ഈ പുസ്തകം വാങ്ങി ദൈവകൃപയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കന്യാമറിയത്തെ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്കും പറയാം. അങ്ങനെ ദൈവകൃപയോട് വിശ്വസ്തരായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.